നമ്മുടെ നാട്ടിലെ കാറ്റഗറി വൈസ് റിസർവേഷൻസ് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു സാധനമാണ് ഒ ബി സി കാറ്റഗറി ഏതാണെന്നുള്ള കാര്യം. കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കേരളത്തിൽ ഒ ബി സി കാറ്റഗറിയിൽ ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഒ ബി സിയുടെ കട്ട് ഓഫ് എത്രയാവും സാർ എന്നുള്ള രൂപത്തിൽ ചോദിക്കാറുണ്ട്. ജനറലി സ്പീക്കിംഗ് ഇപ്പോൾ കേരള എം ബി ബി എസ് അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ബാക്കി ഓരോരോ കോഴ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് പറയാം. ജനറലി സ്പീക്കിംഗ് ഒ ബി സി എന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയ കട്ട് ഓഫ് ഉള്ള ഒരു ഭയങ്കര വ്യത്യാസമുള്ള ഒരു സാധനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാറില്ല, തോന്നാറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് ഓൾ ഇന്ത്യ എം ബി ബി എസിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് എം ബി ബി എസ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റീസ് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒ ബി സി കട്ട് ഓഫിൽ ഒരു ജനറൽ കട്ട് ഓഫിനേക്കാളും ഒരു 100 റാങ്കിൻ്റെയൊക്കെ വ്യത്യാസത്തിലേ വരാറുള്ളൂ. 100 റാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഓൾ ഇന്ത്യ റാങ്കിൽ ഒരേ മാർക്കിൽ തന്നെ 1000 പേരുണ്ടാവും. അപ്പോൾ ഒ ബി സിൻ്റെ കട്ട് ഓഫും ജനറൽ കട്ട് ഓഫും ഒന്ന് തന്നെയായിട്ടാണ് അവിടെ വരാറുള്ളത്. അതിനകത്ത് വലിയൊരു വ്യത്യാസമില്ല. അപ്പോൾ കഴിഞ്ഞ വർഷമാണെങ്കിൽ 23,500ഉം 23,600ഉം ആണ് ഒ ബി സി കട്ട് ഓഫിൽ നിന്ന്. കാരണം ഒ ബി സിയിലൊക്കെ എത്തുമ്പോഴത്തേക്കും അവിടെ അതായത് ഒരു ഫൈനൽ ലെവലിലേക്ക് എത്തുമ്പോഴത്തേക്കും വലിയ വ്യത്യാസങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 100 റാങ്കിൻ്റെയൊക്കെ വ്യത്യാസം. ഇപ്പോൾ ജനറൽ കട്ട് ഓഫിൽ കേരള റാങ്ക് ഏകദേശം 900 വരെയൊക്കെയുള്ള ആളുകൾക്ക് തേർഡ് റൗണ്ട് അലോട്ട്മെന്റിലേക്ക് വരുമ്പോൾ 1000 വരെയുള്ള ആളുകൾക്കൊക്കെ ഒ ബി സിയിൽ തേർഡ് റൗണ്ട് അലോട്ട്മെന്റിൽ വരുന്നതായിട്ട് കാണാറുണ്ട്. അതും ഈ പറഞ്ഞ പോലെ മാർക്കിന്റെ കാര്യത്തിൽ ഭയങ്കര വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. 100 റാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മാർക്കിന് വ്യത്യാസം ഉണ്ടെങ്കിലായി എന്നുള്ള രൂപത്തിലാണ് ഒ ബി സി കട്ട് ഓഫ് വരാറുള്ളൂ. അപ്പോൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒ ബി സി കട്ട് ഓഫുകൾ സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഓൾ ഇന്ത്യയിൽ 23,600 കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ്. ഏകദേശം ആ ഒരു ലെവലിൽ വരെയുള്ള ഒ ബി സിക്കാർക്കാണ് കിട്ടുള്ളൂ. ഇപ്പോൾ ഒ ബി സി ഉള്ള ഒരു 27,000 ഉള്ള 28,000 ഉള്ള ആൾ ഞാൻ ഒ ബി സി ആണ് എന്ന് പറഞ്ഞിട്ട് അത് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നതിൽ എന്തില്ല, ഭയങ്കര ലോജിക്കോ റീസണിങ്ങോ ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളൊരു കാര്യം. പക്ഷേ നമ്മൾ എയിംസിലേക്ക് ജിപ്മറിലേക്ക് ഒക്കെ പോകുന്ന സമയത്ത് ഒ ബി സി കട്ട് ഓഫിൽ നല്ലൊരു വ്യത്യാസം വരാറുണ്ട്. ഉദാഹരണത്തിന് എയിംസുകളിൽ നമുക്ക് 20ഓളം എയിംസുകളുണ്ട്. എയിംസിൽ അഡ്മിഷൻ വരുന്ന സമയത്ത് 6,800 ജനറൽ കട്ട് ഓഫ് എങ്കിൽ നമ്മൾ ഒ ബി സി കട്ട് ഓഫ് വരുമ്പം 7,900, അതായത് 1000 റാങ്കിന്റെ വ്യത്യാസമുണ്ട്. 7,900 വരെ റാങ്കുള്ള ആളുകൾക്ക് കഴിഞ്ഞ പ്രാവശ്യം എയിംസിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് 7,900-നുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എയിംസിന് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം തന്നെ പറയാൻ വേണ്ടി പറ്റും. ഇനി തിരിച്ച് ജിപ്മറിലേക്ക് പോകുന്ന സമയത്ത് വലിയ വ്യത്യാസമുണ്ട്. 3000 റാങ്കിന്റെ വ്യത്യാസമുണ്ട്. ഒരു 5000 വരെയുള്ള ജനറൽ കാറ്റഗറിക്കാണ് കിട്ടിയെങ്കിൽ 8,000 വരെയുള്ള ജനറൽ കാറ്റഗറി ആൾക്കാർക്ക് എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്, ജിപ്മറിലേക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പക്ഷേ അവിടെയും മനസ്സിലാക്കേണ്ട കാര്യം 3000 റാങ്ക് എന്ന് പറയുമ്പോൾ 2 മാർക്കിന്റെ വ്യത്യാസമേ ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം കേട്ടോ. അതായത് 1-2 മാർക്കിനാണ് 3000 റാങ്ക് മാറി വരുന്നുണ്ടാവുക എന്നുള്ളൊരു കാര്യം എന്ത് ചെയ്യുക നമ്മൾ ആലോചിക്കുക. ഞാൻ ആ 2 എന്ന് കാണിച്ചത് എൻ്റെ ക്യാമറ സെൻസ് ചെയ്തിട്ട് ബലൂൺ അയച്ചതാണ്. ഹോപ്പ് യു എൻജോയ്ഡ് ദാറ്റ് തിങ്. സോ ഇതാണ് 5000-ഉം 8,000 ആണ് എയിംസിലെ കാര്യം ഉണ്ടാവുക. ഇനി തിരിച്ചിട്ട് ഇ എസ് ഐ മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന സമയത്ത് നല്ല ഒരു ഹ്യൂജ് ഡിഫറൻസ് ഒ ബി സി കാണുന്നുണ്ട്. ജനറലിന് യൂഷ്വലി ഇ എസ് ഐന് വന്നിരുന്നത് 64,000 ആയിരുന്നെങ്കിൽ ഒ ബി സിയിൽ വന്നിരുന്നതെന്ന് വെച്ചാൽ 71,500 വരെ, അതായത് ഏകദേശം 7,000 റാങ്കിന്റെ വ്യത്യാസം നമുക്ക് അവിടെ കാണാനുണ്ട്. 71,000 ഒരു 70,000 വരെയുള്ള ഒ ബി സിക്കാർക്ക് ഇ എസ് ഐയിൽ ഒരു തേർഡ് റൗണ്ട് ആകുമ്പോഴത്തേക്കും കിട്ടാനുള്ള ഒരു പോസിബിലിറ്റീസ് നമ്മളവിടെ കാണുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പറയാനുള്ള കാര്യം. ഇനി ബി ഡി എസിലേക്ക് വരുമ്പോഴും ഞാൻ ആദ്യം എം ബി ബി എസിന്റെ പറഞ്ഞ പോലെ തന്നെയാണ്, സെയിം ലെവൽ തന്നെയാണ് ഒ ബി സി കട്ട് ഓഫ് നിൽക്കുക. ബി ഡി എസ് ഇപ്പോൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും സെയിം തന്നെയാണ്. ഒരു 46,000 വരെയുള്ള ആളുകൾക്കാണ് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്, ജനറലിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒ ബി സിയിൽ വരുമ്പോൾ 49,000 വരെയുള്ള ഒ ബി സിക്കാർക്ക് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റീസ് വരാറുണ്ട്. ഇനി ഇതാണ് നിങ്ങളോട് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം. ഫൈനലി സപ്ലിമെന്ററി ആയിട്ട് ആഡ് ചെയ്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 5 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ബി എസ് സി നഴ്സിംഗിന് നീറ്റ് സ്കോർ വെച്ചിട്ട് അഡ്മിഷൻ കിട്ടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ജനറൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1,20,000 വരെയുള്ള ആളുകൾക്ക് ജനറൽ കിട്ടുമായിരുന്നു. ഒ ബി സി വരുമ്പോൾ 1,29,000 വരെയുള്ള ആൾക്കാർക്ക് നഴ്സിംഗ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒ ബി സി കട്ട് ഓഫ് എന്ന് പറയുന്ന സാധനം യൂഷ്വലി ജനറൽ കട്ട് ഓഫിനേക്കാളും ഒരുപാട് മാറിയിട്ടല്ല, ഏകദേശം സിമിലർ കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള ഒരു പൊസിഷനിലാണ് വരാറുള്ളത് എന്നുള്ള ഓർക്കുക. 1-2 മാർക്കിന്റെ വ്യത്യാസമാണ് നമുക്ക് ബാക്കി എല്ലാ മേഖലകളിലും വരുന്നത്. പക്ഷേ ടോപ്പ് എഡ്ജിൽ അതായത് എയിംസിലും ജിപ്മറിലൊക്കെ 2,000-3,000 റാങ്കിന്റെ വ്യത്യാസങ്ങൾ വരെ കാണിക്കാറുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ നമ്പേഴ്സ് നിങ്ങളുടെ എന്താ പറയുക അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാണ്. ഓൾ ഇന്ത്യ ഒ ബി സി കട്ട് ഓഫ് വരുന്നത് ഏകദേശം വരുന്നത് 23,600 എന്നുള്ള കട്ട് ഓഫിലാണ് ഓൾ ഇന്ത്യ എം ബി ബി എസിന് കട്ട് ഓഫ് വരുന്നുണ്ടാവുക. എയിംസിന്റെ ഒ ബി സി കട്ട് ഓഫ് വരുന്നത് 7,900 8,000-ന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നുണ്ടാവുക. അതുപോലെ ജിപ്മറിനും 8,000-ന്റെ ഉള്ളിലാണ് ഒ ബി സിക്കാർക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ടാവുക. ഇ എസ് ഐക്ക് ആണെങ്കിൽ 70,000 വരെയുള്ള ആളുകൾക്ക് ഒ ബി സിയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാറുണ്ട്. ഓൾ ഇന്ത്യ റാങ്ക് 70,000 വരെയുള്ള ആളുകൾ. ഇനി ബി ഡി എസിനാണെങ്കിൽ 49,000 വരെയാണ് ഒ ബി സിക്ക് കിട്ടാറുള്ളത്.
ആൻഡ് ഇനി നഴ്സിംഗ് കോഴ്സുകളിൽ 1,29,000 വരെയുള്ള കുട്ടികൾക്ക് നഴ്സിംഗ് കിട്ടാറുണ്ടെന്നുള്ളതാണ്. സോ ഇതാണ് OBC കട്ട് ഓഫ് പറയുന്നത്. ഇതുപോലെ കാറ്റഗറി വൈസ് മറ്റു വിഭാഗങ്ങളുടെയും കട്ട് ഓഫിന്റെ വീഡിയോസ് വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ ഫസ്റ്റ് കമന്റിൽ എൻ്റെ നമ്പർ ഞാനവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. കഴിവതും വാട്സാപ്പ് വഴിയിട്ട് മെസ്സേജ് അയക്കുക എന്നുള്ളത് പറയാനുള്ളത്. ഡോപ്പയുടെ നമ്പർ ഞാൻ അവിടെ കൊടുക്കാം. ഒറ്റ കാര്യമുള്ളൂ, ഡോപ്പയിൽ പുതിയ സീറ്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട്. നമ്മൾ എല്ലാ ബാച്ചുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അൺഫോർച്ചുനേറ്റ്ലി. ആൻഡ് അതിനകത്ത് എല്ലാത്തിലും നമ്മളെ ക്ലാസ്സുകൾ അങ്ങനെ മൂവിങ് ഓൺ ആണ്. ഇനി അതിനകത്ത് സീറ്റുകൾ വളരെ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ബാക്കിയുള്ളൂ. അത് കുറച്ച് കുട്ടികൾ ഈ ഹോം സിക്ക് അങ്ങനത്തെ ഓരോ കാരണങ്ങൾ കൊണ്ട് അവരുടെ പേഴ്സണൽ റീസൺ കൊണ്ട് വെക്കേറ്റ് ചെയ്ത് പോയ സീറ്റുകൾ മാത്രമാണ് അവിടെ ഇവിടെയൊക്കെ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റെഗുലർ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡിയിൽ കമ്മിറ്റഡ് ആയിട്ട് ഞാനത് പ്രോമിസ് ചെയ്ത് തരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് മാത്രം മുന്നോട്ട് കണ്ടു നോക്കിയാൽ മതി. നമ്മൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ കുട്ടികളായിട്ട് എല്ലാ ദിവസവും കണ്ടിട്ട് എങ്ങനെ പഠിക്കണം, എന്ത് ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. കൃത്യമായിട്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പഠിച്ച കുട്ടികളോട് ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആപ്റ്റ് ആവുന്ന ഏതെങ്കിലും ഒരു ക്യാമ്പസിലുള്ള ഒരു സീറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ടാവും എന്നുള്ള ഒരു കാര്യം കൂടി പറയാണ് നിങ്ങളുടെ ഇതിൻ്റെ ഭാഗമായിട്ട്. സോ OBC കട്ട് ഓഫ് ആയിരുന്നു ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അടുത്തതിൽ നമുക്ക് SCൻ്റെത്, STൻ്റെത്, ESIൻ്റെത്, EWSൻ്റെതൊക്കെ സെപ്പറേറ്റ് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ചെയ്യാനുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ ഓർത്തോ. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിലേക്ക് ഇട്ടോ. ഓരോന്നിനും മറുപടികളായിട്ട് വീഡിയോസ് ആയിട്ടോ കമന്റ് സെക്ഷനിൽ മറുപടികളായിട്ടോ പറയുന്നുണ്ടാവും. ബൈ.